ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു ചെയ്യുന്നു. ഓക്കെ, നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെളിയിലാണ് കേട്ടോ. വെളിയിൽ ഒരു മഴയൊക്കെ പെയ്ത് ഒരു പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം. അങ്ങനെയുള്ളതുകൊണ്ട് കുറച്ച് ഇരുട്ടി തുടങ്ങി വെളിയിലാണ് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ, അതിലോട്ട് വരാം. അപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് എം പിമാർക്കെല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ ബാധിക്കുന്ന രീതിയിൽ അല്ലാത്തൊരു ബുദ്ധിമുട്ടാകാവുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ പാർലമെൻറ്റിൽ ഇത് ചർച്ചയാക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് എം പിമാരെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എം പിമാരെല്ലാം ചേർന്ന് ഹോം സെക്രട്ടറിയോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അതിൻ്റെ ഡിബേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്ത് ഒരു വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പോസിറ്റീവ് തരുന്നൊരു ന്യൂസ് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ചോദിച്ചു വരികയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവരെ ഇത് കൂടുതലായിട്ട് ബാധിക്കുന്ന നിയമമാകുമോ എന്ന് ഹോം സെക്രട്ടറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാക്സിമം അത് ചാൻസ് കുറവാന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും രാജ്യത്തിന് കോൺട്രിബ്യൂഷൻ കൂടുതൽ തന്നവരായിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു നിയമം ഉണ്ടാകില്ല ഇരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 100% പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കൂടുതലും പോസിറ്റീവായിട്ട് തന്നെ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം നിലവിൽ അങ്ങനെ ഒരു നിയമം ഇതുവരെയും വന്നിട്ടില്ലാത്തതുകൊണ്ട് മുൻപോട്ടും അത് തന്നെയാണ് വരാൻ പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് കൺസൾട്ടേഷൻ കൂടുതലായിട്ട് നോക്കും എന്നുള്ളവർ പറയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞു പബ്ലിക് കൺസൾട്ടേഷൻ്റെ കാര്യം മാക്സിമം എത്രത്തോളം പങ്കെടുക്കാൻ പറ്റും ആൾക്കാർ അത്രത്തോളം. നമുക്കറിയാം ഒത്തിരി ആൾക്കാർ തന്നെ പങ്കെടുക്കും. കാരണം ഇതിൽ ഈ സൈൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേരായിരുന്നു ഈ പെറ്റീഷൻ സൈൻ ചെയ്തത്. അത് 1,00,000 മുകളിലൊക്കെ പടാന്നാണ് കയറിപ്പോയത് പെട്ടെന്ന് തന്നെ. അത്ര ആൾക്കാർ തന്നെ ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ പബ്ലിക് കൺസൾട്ടേഷൻ സംഭവങ്ങൾ എന്താണെങ്കിൽ പോലും ആൾക്കാർ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് കൂടുതലായിട്ടും നോക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. സോ അതിനകത്ത് എത്രത്തോളം ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം അവർ നോക്കും. അപ്പോൾ പൊതുവേ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ഇത് വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതൽ കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്ന ആൾക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമത്തിലോട്ട് കൊണ്ടേ എത്തിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% അല്ല, എത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും എന്ന് ഹോം സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിലും മറ്റുമായിട്ട് വരുന്ന ആൾക്കാരെല്ലാം നമുക്ക് രാജ്യത്തിന് കോൺട്രിബ്യൂഷൻ കാര്യങ്ങളിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അവർ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഈ 2 ദിവസം മുന്നേ തന്നെ ഏകദേശം 2 ദിവസമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒറ്റ ദിവസം ഏകദേശം 1000 മേളിൽ ആൾക്കാർ ബോട്ടിലായിട്ട് വന്നിരിക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ വൈറലായിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ചാനൽ വഴി. അപ്പോൾ ഒരു സൈഡ് പറയുമ്പോൾ ഒരു സൈഡ് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. എന്നാൽ പോലും ഇപ്പം അത് വന്നാലും വന്നില്ലെങ്കിലും നിലവിലുള്ളവരെ ഇത് ബാധിക്കുന്ന നിയമത്തിലോട്ട് കൊണ്ട് എത്തിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു 95%, ഞാനൊരു 90% വെച്ചൊരു വീഡിയോ ഇട്ടുണ്ട്. 95% എത്തിയിട്ടുണ്ട്. നമുക്കറിയാം അങ്ങനെ വരത്തില്ല എന്നുള്ള കാര്യം. കാരണം ഇതുവരെ നിലവിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. സോ അതങ്ങനെ വന്നിരിക്കുന്ന ഒരു വാക്ക് അവരിൽ നിന്ന് വന്നിരിക്കുന്നുണ്ട്. വീണ്ടും ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലാതെ വേറെ വാർത്തകളൊന്നും അങ്ങനെ പുതിയതായിട്ട് വന്നിട്ടില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവിടെയുള്ള കൂടുതലായിട്ടും ഇനി എടുക്കാനായിട്ട് പോകുന്ന അവസരം ഞാൻ നേരത്തെ പറഞ്ഞു 3 ബില്യൺ മുടക്കി ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ എല്ലാം തന്നെ കൂടുതൽ ആൾക്കാരെ സൃഷ്ടിക്കാൻ പോകുന്നുള്ളത്. അതിനോടൊപ്പം തന്നെ വെളിയിൽ നിന്നും ഇതൊരു ടെമ്പററി വിസയിലേക്ക് ആയിട്ട് ആൾക്കാരെ കൺസ്ട്രക്ഷൻ മേഖലയിലോട്ടെല്ലാം കൂടുതൽ എടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ എടുക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് അതിന് ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ എല്ലാം കൊടുത്ത് ഇവിടെയും അതിനുള്ള ആൾക്കാരെ ആക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നിലവിൽ ഈ പറയുന്നിരിക്കുന്ന നേഴ്സസിൻ്റെ NHSലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ തന്നെ നിലവിൽ ഇവിടെ കൂടുതലായിട്ടും അവർ പരിഗണിക്കുന്ന ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റാഫിനെ ഒരുപാട് വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അതിൽ തന്നെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് കൂടുതലായിട്ടും നോക്കുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ അതിനെപ്പറ്റിയുള്ള കൂടുതലൊന്നും പുറത്ത് ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇവിടെ നിലവിൽ ഉള്ളവരെ ബാധിക്കുന്ന നിയമമായിട്ട് ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരെ ഉപേക്ഷിച്ച് ഈ ഒരു നിയമം നടത്താൻ പറ്റുന്നൊരു പരിപാടിയിലോട്ട് ഞങ്ങൾ എത്തിച്ചേരുകയില്ല, അതിനായിട്ടൊരു ശ്രമം ഞങ്ങൾ നടത്തുകയില്ല എന്ന് അവർ അതിൽ നിന്ന് വീണിരിക്കുന്നു. വീണ്ടും ഒരു പോസിറ്റീവ് എനർജി എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ ഞാൻ പറഞ്ഞ 95% 100%ലോട്ട് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് തീർത്തേക്കും ബൈ.